ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ KPCC UDF യോഗങ്ങൾ ഇന്ന് ചേരും. തൃശൂർ, ആലത്തൂർ മണ്ഡലങ്ങളിലെ തോൽവിയാണ് ഇന്ന് പ്രധാനമായും ചർച്ചയാക്കുക. കടുത്ത അതൃപ്തിയുള്ള കെ മുരളീധരന് പറയാനുള്ള കാര്യങ്ങൾ യോഗം കേൾക്കും. വയനാട്, പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും ചർച്ചയാകും. UDF ഏകോപന സമിതി വൈകിട്ട് 5:30 പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിൽ ചേരും. വിവരങ്ങളുമായി ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. ആർ റോഷിപാൽ, ഇന്നിപ്പോൾ രണ്ടു കാര്യങ്ങളിൽ പ്രധാനമായും ചർച്ച നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. LDFിൽ ചർച്ച ചെയ്തതുപോലെ BJPയുടെ വളർച്ച ഇന്നത്തെ KPCC UDF നേതൃയോഗങ്ങളിൽ ചർച്ചയാകുമോ എന്നതാണ് നമുക്കറിയേണ്ടത്. രണ്ട്, തൃശ്ശൂരിലെ ജില്ലാ കമ്മിറ്റിയിൽ നടന്ന അടിയും ബഹളവും അതിനെ തുടർന്നുണ്ടായ അന്വേഷണ കമ്മീഷനും DCCയുടെ രാജിവെക്കലും അടക്കം KPCCയിൽ ചർച്ചയാകുമല്ലോ. മൂന്ന്, ഈ KPCC നേതൃസ്ഥാനം കെ സുധാകരൻ മാറണം എന്നൊരാവശ്യം തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ശക്തി കുറയും. ഇന്നത്തെ നേതൃയോഗത്തിൽ അങ്ങനെ ആരും ആവശ്യപ്പെടാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ഈ വിഷയങ്ങളിലൊക്കെ റോഷിപാൽ കണക്ക് കൂട്ടുന്നത്? എന്തൊക്കെയായിരിക്കും ഇന്നത്തെ KPCC UDF നേതൃയോഗങ്ങളിൽ സംഭവിക്കുക? ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ യോഗങ്ങളാണ് UDFിന്റെയും കോൺഗ്രസിന്റെയും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വളരെ വിശദമായി തന്നെ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും അവലോകനം ചെയ്യും. രാവിലെ 10:30 KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ KPCC യോഗം ചേരുക. യോഗത്തിൽ KPCC ഭാരവാഹികൾക്കൊപ്പം രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, MP മാർ, MLA മാർ എന്നിവരും പങ്കെടുക്കും. തൃശൂരിലെയും ആലത്തൂരിലെയും പരാജയം ഇഴകീറി പരിശോധിക്കും. ഒപ്പം BJPയുടെ വോട്ട് ശതമാനം വർദ്ധിച്ചതടക്കം കൃത്യമായി പരിശോധിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിലുള്ള തയ്യാറെടുപ്പുകൾ വയനാട്, പാലക്കാട്, ചേലക്കര ഉൾപ്പെടെയുള്ള 3 മണ്ഡലങ്ങളിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, അവിടേക്ക് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തന്നെ ചുമതല കൊടുക്കും. അത് ഇന്നത്തെ യോഗത്തിൽ ചുമതല നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുള്ള അവിടെ മുന്നൊരുക്കങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കാനുള്ള ഒരു തീരുമാനവും ഉണ്ടാകും. ഒപ്പം കെ മുരളീധരൻ തൃശൂരിലേറ്റ പരാജയത്തിന് ശേഷം നടത്തിയ പരസ്യ പ്രസ്താവനകൾ, ഇടഞ്ഞു നിൽക്കുന്ന മുരളീധരൻ ഇന്ന് യോഗത്തിൽ എത്തുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എത്തും എന്ന് തന്നെയാണ് സൂചന. എത്തുകയാണെങ്കിൽ കെ മുരളീധരന്റെ പരാതികൾ മുഴുവൻ KPCC കേൾക്കും. അവിടെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കും. ഇവിടെ ഇപ്പോൾ തൃശൂരിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന VK ശ്രീകണ്ഠനും ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ഈ അന്വേഷണ കമ്മീഷൻ അംഗമായ KC ജോസഫ് അടക്കം, ചന്ദ്രശേഖരനടക്കം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. പക്ഷേ അന്വേഷണ കമ്മീഷന്റെ അവരുടെ അന്വേഷണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. ആ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം ആയിരിക്കും വിശദമായ ചർച്ചയും ആ റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികളും ഉണ്ടാവുക. മറ്റൊന്ന്, ഈ പല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും കുറെ കാലമായി പ്രവർത്തനം നിർജ്ജീവമാണ്. ആ കമ്മിറ്റികളെ മാറ്റണമെന്ന നിർദ്ദേശം പലവട്ടമായി ഉയരുന്നുണ്ട്. ആ കാര്യം ഒരുപക്ഷെ ചർച്ചയായേക്കും, സമയമുണ്ടെങ്കിൽ മാത്രം. മറ്റൊന്ന്, KPCC ഭാഗികമായി പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യം പലവട്ടം ഉയർന്നു. നിലവിൽ KPCC ജനറൽ സെക്രട്ടറിമാർ മാത്രമാണുള്ളത്. വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള കമ്മിറ്റിയാണ്, പ്രസിഡന്റ് ഉൾപ്പെടെ. നേരെ മറിച്ച് സെക്രട്ടറിമാർ, മുല്ലപ്പള്ളി രാമേന്ദ്രനുള്ള കമ്മിറ്റിയിലെ സെക്രട്ടറിമാർ തൽക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് നിയമിച്ചത് മാത്രമാണ്. ഈ സെക്രട്ടറിമാരെ നിയമിക്കണമെന്ന ആവശ്യം ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും നേരത്തെ ഉന്നയിക്കുന്നുണ്ട്. കാരണം അവർക്ക് സഹായം നൽകേണ്ടത് സെക്രട്ടറിമാരാണ്. അങ്ങനെയെങ്കിൽ ആ കാര്യത്തിൽ ഒരുപക്ഷെ ഒരു തീരുമാനമുണ്ടാകും. ഏതായാലും വളരെ വിശദമായ ചർച്ചകൾ, നേതൃത്വത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയർന്നേക്കാം. 18 സീറ്റ് നേടിയെങ്കിലും ഇത് സർക്കാരിനെതിരെയുള്ള വികാരം കൊണ്ട് ലഭിച്ച മുന്നേറ്റമാണെന്നുള്ള അഭിപ്രായങ്ങൾ പല നേതാക്കളും ഉയർത്തും. അത് കെ സുധാകരനെ ലക്ഷ്യം വെച്ചാകാം. കെ സുധാകരനെ മാറ്റാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ നീക്കങ്ങൾ നടന്നിരുന്നു. പക്ഷേ വലിയ മുന്നേറ്റം സംസ്ഥാനത്ത് കോൺഗ്രസിനും UDFിനും ഉണ്ടായ സാഹചര്യത്തിൽ അത്തരമൊരു നീക്കം അത് അവിടെ പൊളിയുകയായിരുന്നു. വൈകിട്ട് നടക്കുന്ന UDF യോഗത്തിന് ശേഷം വിജയിച്ചു വന്ന MP മാർക്കും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാർക്കും പ്രതിപക്ഷ നേതാവ് അത്താഴ വിരുന്നും ഇന്ന് ഒരുക്കിയിട്ടുണ്ട്. വളരെ വിശദമായ ചർച്ച UDFിനകത്തും നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ കക്ഷികളെ കൂടെ ചേർക്കണമോ എന്ന കാര്യത്തിലടക്കം ഒരു ചർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു റോഷിപാൽ. ഇപ്പോൾ കൂലങ്കുഷമായ ചർച്ചകൾ നടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ഈ ചർച്ചകളുടെ പ്രാധാന്യം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ ആവേശം പ്രതിഫലിക്കണമെന്നുള്ളതാണ്. അത് LDFിനും KPCCയും വളരെ വിശാലമായ ചർച്ചകൾക്കാണ് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ UDFിൻ്റെയും LDFിൻ്റെയും വോട്ടുകൾ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും. അതിൽ തന്നെ പ്രത്യേക സമുദായങ്ങളുടെയും മതവിഭാഗങ്ങളുടെയും ഒക്കെ വോട്ടുകൾ മാറുന്നതിൽ വലിയ ആശങ്കയുണ്ട് KPCC നേതൃത്വത്തിനും UDF നേതൃത്വത്തിനും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ KPCC UDF നേതൃയോഗങ്ങൾ നടക്കും. മറുഭാഗത്ത് LDFിൻ്റെ സെക്രട്ടേറിയറ്റ്, ജില്ലാ സമിതി യോഗങ്ങൾ, സംസ്ഥാന സമിതി യോഗങ്ങൾക്കൊക്കെ ഇന്നിപ്പോൾ അവസാനമാവുകയും വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയുകയും ചെയ്യും.